പട്ടാളക്കാരൻ പെട്ടെന്ന് തന്റെ സുഹൃത്തിനെ മണ്ണിൽ കുഴിച്ചിട്ടു. മറഞ്ഞിരിക്കാൻ വേണ്ടി ഒരു മൃതദേഹം സ്വയം വലിച്ചു. ശത്രുസൈന്യം കടന്നുപോയി. അവരിൽ ഒരാൾ തന്റെ സുഹൃത്തിന്റെ മുഖത്തിന് അടുത്തേക്ക് ചുവടുവച്ചു. പെട്ടെന്ന് ഒരു ശത്രു തിരിഞ്ഞ് അയാളെ മൂടിയിരുന്ന ശരീരത്തിൽ കുത്തി. ശത്രു പോയ ഉടനെ അവൻ മൃതദേഹം തള്ളിമാറ്റി കുഴിച്ചിട്ട തന്റെ സുഹൃത്തിനെ പുറത്തെടുത്തു. അകലെ മറ്റൊരു പട്ടാളക്കാരൻ ജീവനോടെ ഇരിക്കുന്നതായി അയാൾ കണ്ടു. സഹായിക്കാൻ ഓടി, പക്ഷേ ഒരു ശത്രു അയാളെ കണ്ടു. അവൻ ഒരു തുരങ്കത്തിലേക്ക് ചാടി, പക്ഷേ ഒരു ഗ്രനേഡ് അവന്റെ പിന്നാലെ എറിഞ്ഞു. ഭാഗ്യവശാൽ സാം കൃത്യസമയത്ത് ശ്രദ്ധിച്ചു, രക്ഷപ്പെട്ടു. ഇരുണ്ടതും ഇടുങ്ങിയതും ഭയാനകവുമായ തുരങ്കങ്ങളിൽ സാം ശത്രുക്കളുടെ ഇടയിൽ ഒളിച്ചിരുന്നു. അവിടെ അദ്ദേഹം മുറിവേറ്റ ഒരു ശത്രു സൈനികനെ കണ്ടെത്തി. പക്ഷേ അവനെ കൊല്ലുന്നതിനു പകരം സാം അവന്റെ മുറിവുകൾ ചികിത്സിച്ചു. ശത്രുക്കൾ അവിശ്വാസത്തോടെ അവനെ നോക്കി. രാത്രിയായപ്പോൾ സാം തുരങ്കം വിട്ട് അതിജീവിച്ച സൈനികരെ തെരഞ്ഞുകൊണ്ടിരുന്നു. ദുർബലമായ ശരീരത്തോടെ പോലും ഗുരുതരമായി പരിക്കേറ്റവരെ, ശത്രു സൈനികരെ പോലും മരണത്തിന്റെ പിടിയിൽ നിന്ന് അയാൾ വലിച്ചെടുത്തുകൊണ്ടിരുന്നു. സാമിന്റെ കാലുകൾ വിറക്കാൻ തുടങ്ങി, കൈകൾ വിറച്ചു, പക്ഷേ അവൻ നിർത്തിയില്ല. അവന്റെ സുഹൃത്ത് അപ്പോഴും സഹായത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഒരെണ്ണം കൂടി മതി, ദയവായി എനിക്ക് ഒന്ന് കൂടി രക്ഷിക്കാൻ അനുവദിക്കൂ എന്ന് അവൻ പ്രാർത്ഥിച്ചു. മറ്റൊരു പട്ടാളക്കാരനെ രക്ഷിച്ച ശേഷം അയാൾ വീണ്ടും പ്രാർത്ഥിച്ചു, ഒന്നുകൂടി. പരുക്കൻ കയറുകൾ അയാളുടെ കൈകളെ വല്ലാതെ മുറിച്ചിരുന്നു. പക്ഷേ പരിക്കേറ്റ പുരുഷന്മാർ ഓരോരുത്തരായി പാറക്കെട്ടിലൂടെ താഴേക്ക് വന്നുകൊണ്ടിരുന്നു. അവ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ കുന്നിൻ മുകളിൽ ഏതോ ഭ്രാന്തൻ ജീവൻ രക്ഷിക്കുന്നുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇതെല്ലാം കണ്ട ക്യാപ്റ്റൻ ഞെട്ടലോടെ ചോദിച്ചു, ആരാണ് ആ ഭ്രാന്തൻ? ഉത്തരം വന്നു, അതാണ് സാം. അനുഭവപരിചയം ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാവരും കളിയാക്കിയ പുതിയ ആൾ. രാവിലെ ആയപ്പോഴേക്കും സാം തന്റെ പരിക്കേറ്റ ഡ്രിൽ സർജന്റിനെ കണ്ടെത്തി. ശത്രുക്കൾ ആ പ്രദേശം മുഴുവൻ തെരഞ്ഞുകൊണ്ടിരുന്നു. സാം സർജന്റിന്റെ തോക്ക് എടുത്തു. ഒരു നിമിഷം സാം ഒടുവിൽ കൊല്ലാൻ തയ്യാറായി എന്ന് സർജന്റ് കരുതി. പക്ഷേ പകരം സാം റൈഫിൾ തുണിയിൽ പൊതിഞ്ഞ സർജന്റിനോട് തോളിൽ കയറാൻ ആംഗ്യം കാണിച്ചു. സാർജന്റ് കവർ ഫയർ നൽകി. പാറക്കെട്ടിന്റെ അരികിലെത്തിയപ്പോൾ സാം അവനെ ആദ്യം താഴേക്ക് താഴ്ത്തി. സാർജന്റ് ഗ്രൗണ്ടിൽ എത്തിയ ഉടനെ ക്യാരനോട് വിളിച്ചു പറഞ്ഞു, സാം ഇപ്പോഴും മുകളിലുണ്ട്. അടുത്ത നിമിഷം സാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ പരിക്കേറ്റ മറ്റൊരു പട്ടാളക്കാരനെ പുറകിൽ വഹിച്ചുകൊണ്ട്. ശത്രുക്കൾ അവനെ പിന്തുടരാൻ ശ്രമിച്ചു, പക്ഷേ സൗഹൃദമുള്ള പട്ടാളക്കാർ മറച്ചുവെച്ചു. സാം രക്ഷപ്പെട്ടു. ഒടുവിൽ അവനെ രക്ഷപ്പെടുത്തിയപ്പോഴും അവന്റെ മനസ്സ് യുദ്ധക്കളത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അയാൾക്ക് ശരിയായി നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ സൗമ്യമായി ചോദിച്ചു, നിങ്ങൾക്ക് വേദനിച്ചോ? സാമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന് ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. നരകത്തിൽ നിന്ന് തിരിച്ചുവന്ന നായകനെ ആദരിച്ചുകൊണ്ട് എല്ലാ പട്ടാളക്കാരും നിശബ്ദരായി നിന്നു. സാം അത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല, പക്ഷേ ആ രാത്രിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് 76 ജീവൻ രക്ഷിച്ചു.